ഇപ്പോൾ രാമജന്മഭൂമിയിലേക്ക് രാജ്യത്തിന്റെ പ്രധാന സേവകൻ എത്തിയിരിക്കുന്നു. മുൻപ് എന്താണോ വാഗ്ദാനം ചെയ്തത് അതെല്ലാം നടപ്പാക്കിയിട്ടാണ് ഇപ്പോൾ രാമജന്മഭൂമിയിലേക്ക് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. അത്യാധുനിക വിമാനത്താവളം, അത്യാധുനിക റെയിൽവേ സ്റ്റേഷൻ, മാത്രമല്ല അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഈ രാമജന്മഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ പി ശിവശങ്കർ? ഞാൻ അയോധ്യയുടെ വികസനം അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ ഈ നവീകരിച്ച പുതിയ രീതിയിലുള്ള ഉദ്ഘാടനത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ജനങ്ങളുടെ ആഗ്രഹം, ഒരുപക്ഷെ 500 വർഷങ്ങളായി ഹൈന്ദവ ജനത നടത്തുന്ന നിരന്തരമായ ഒരു സ്വാതന്ത്ര്യ സമരം, അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ അവരുടെ ഭക്തിപരമായ ഹൈന്ദവ സമാജത്തിന്റെ സമൂഹത്തിന്റെ റിലീജിയസ് റെസ്പെക്ട് അത് വിജയിച്ചുകൊണ്ട് ഒരു പുതിയ ഘട്ടത്തിലേക്ക് ആധുനിക ഭാരതം കടക്കുന്നു. അതിനെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ വികസന പ്രവർത്തനം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വാൽമീകി വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ എത്രയോ കിലോമീറ്ററുകൾ അടക്കമുള്ള ഭാഗത്തെ വികസനങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യ ആധുനിക രീതിയിലേക്ക് കടക്കുന്നതിന്റെ ഒരു കാലഘട്ടമായി, ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ റിലീജിയസ് ഫംഗ്ഷൻ ആസ് പെർ ടു മൈ സജഷൻ. ഇത് ഒരു വികസനത്തിന്റെ, ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പുതിയ ഇന്ത്യയുടെ മുഖമായിട്ടാണ് അയോധ്യയെ ഞാൻ കാണുന്നത്. അതിന്റെ തുടക്കമാണ് ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ ഈ റോഡ് ഷോയുടെയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിലൂടെയും, അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന വികസനങ്ങൾ, ജനങ്ങൾക്ക് താല്പര്യമുള്ള ദേശീയതയിൽ ഊന്നിയിട്ടുള്ള വികസനങ്ങളുടെ ഒരു കുന്തമുനയായി ഒരു അടുത്ത ജനറേഷന് വരെ നമുക്ക് ഒരു അംഗീകരിക്കാവുന്ന, അല്ലെങ്കിൽ വളരെ ഒരു ഉന്നതിയിലേക്ക് വിജയിച്ച് കയറുന്ന ഒരു സമൂഹത്തിന്റെ ഒരു വിജയ കൊടിയായി ഈ അയോധ്യ മാറും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറും. ഇതാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതയുടെ, ദേശീയ ജനതയുടെ രണ്ടാം സ്വാതന്ത്ര്യ ആഘോഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആശയ സംഹിതയും ഈ വിജയ ത്വരയുമാണ് ജനങ്ങളുടെ, ഈ ദേശീയ ജനതയുടെ ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ പി ആർ ശിവശങ്കർ ഈ സമയം നമ്മളോട് പ്രതികരിച്ചതിന്.